ഹലോ, എല്ലാവർക്കും സുഖല്ലേ? എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് പിക്സൽ ആർട്ടാണ് ട്ടോ. എല്ലാവർക്കും അറിയാം പിക്സൽ ആർട്ട് എന്താന്ന്. അപ്പോൾ നമ്മൾ ഇന്നൊരു പാണ്ടക്കുട്ടനാണ് ഇത് ഉപയോഗിച്ച് വരയ്ക്കാൻ പോകുന്നത്. അപ്പം എനിക്ക് ഇതിനെപ്പറ്റി അത്ര വിവരമൊന്നുമില്ല. ഞാനൊരു ആർട്ടിസ്റ്റ് അല്ല. പക്ഷേ ഇത് ചെയ്യാനുള്ള ഇഷ്ടം കൊണ്ടാണ് ഞാനിതൊക്കെ ചെയ്യുന്നത്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അങ്ങനെ ഇത് കുറച്ച് നാൾ ആയിട്ട് എൻ്റെ യൂട്യൂബിലും ഇൻസ്റ്റയിലും ഒക്കെ വരാറുണ്ട് പിക്സൽ ആർട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതെന്താ സംഭവം? ഇത് എനിക്കൊന്ന് ട്രൈ ചെയ്യണമല്ലോ. അങ്ങനെയാണ് ട്ടോ ഞാൻ ഈ പിക്സൽ ആർട്ട് ട്രൈ ചെയ്യണേ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പം അങ്ങനെ ഞാൻ നേരെ പിൻട്രസ്റ്റിൽ പോയി അങ്ങനെ കുറേ റെഫറൻസ് ഇമേജൊക്കെ കണ്ടു. അടിപൊളി അടിപൊളി എന്നൊക്കെ കണ്ട് ഞാൻ വരച്ചു. സൂപ്പറായി സൂപ്പറായി. അങ്ങനെയാണ് ഞാൻ ഇത് ചെയ്തത്. അങ്ങനെ ഇരിക്കെ എനിക്ക് തോന്നി എന്നാൽ വീഡിയോ എടുക്കാം എന്ന് തോന്നിയിട്ടാണ് വീഡിയോ എടുത്തത്. അപ്പോൾ എൻ്റെ കോൺഫിഡൻസിൻ്റെ ലെവൽ അങ്ങേയറ്റം വരെ എത്തിക്കഴിഞ്ഞു. അങ്ങനെ ആണ് ഞാൻ പാണ്ടക്കുട്ടനെ വരയ്ക്കാൻ തീരുമാനിച്ചത്. ഒന്നി പഠിച്ചാൽ മൂന്നൊന്നാണല്ലോ. ഇതെൻ്റെ മൂന്നാമത്തെയോ നാലാമത്തെയോ പാണ്ടക്കുട്ടനാണ്. കാരണം വരച്ചെല്ലാം തെറ്റിപ്പോവാടാ. എന്ത് ചെയ്യാനാ? തെറ്റി തെറ്റി തെറ്റും വരയ്ക്കും തെറ്റും വരയ്ക്കും തെറ്റും വരയ്ക്കും. അങ്ങനെയാണ് അവസാനം ഈ പാണ്ടക്കുട്ടനെ എത്തിച്ചത്. ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും ഈ പാണ്ടക്കുട്ടൻ അവിടെ ഇവിടെയായിട്ട് ചില പ്രശ്നങ്ങളൊക്കെ കാണുന്നുണ്ട്. പറഞ്ഞു പറഞ്ഞ് എൻ്റെ പാണ്ടക്കുട്ടൻ്റെ ഫൈനൽ ലുക്കിലോട്ട് ഇവിടെ എത്തിയിരിക്കുകയാണ്. ഒരു ബ്ലഷും കൂടി ഇട്ടാൽ എൻ്റെ പാണ്ടക്കുട്ടൻ ഇവിടെ തയ്യാറാവും. അതിന് ഈ പിക്സൽ വർക്ക് ചെയ്യുന്നതിന് ആദ്യം നമുക്ക് 2 ഘടകങ്ങൾ ആവശ്യമാണ്. ക്ഷമ ആവശ്യമാണ്. പിന്നെ ശ്രദ്ധ ആവശ്യമാണ്. ഇത് രണ്ടും ഉണ്ടെങ്കിൽ ദേ ഇതുപോലത്തെ അടിപൊളി പാവക്കുട്ടന്മാർ നമുക്കിവിടെ തയ്യാറാവും.